ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനഃക്രമീകരണത്തിനെതിരെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ച സർവകക്ഷി യോഗം തുടങ്ങി. ബി.ജെ.പി, നാം തമിഴർ കക്ഷി, തമിഴ് മാനില കോൺഗ്രസ് എന്നീ പാർട്ടികൾ യോഗത്തിനെത്തിയില്ല. അതേസമയം തമിഴക വെട്രിക്കഴകം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇതിൽ തമിഴക വെട്രിക്കഴകമൊക്കെ DMK-ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന കക്ഷിയാണ്. പക്ഷേ ഈ ഒരു യോഗത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും യോഗത്തിൽ ചർച്ചയാകുക? അനുഷ, ഈ പുതിയ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കുമ്പോൾ ജനസംഖ്യ കുറവുള്ള അല്ലെങ്കിൽ താരതമ്യേന അതിന്റെ വർധനവിന്റെ തോത് കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ലോക്സഭാ സീറ്റുകൾ നഷ്ടമാകും എന്ന പൊതുവായിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിനെതിരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് പ്രധാനമായിട്ടും സീറ്റുകൾ നഷ്ടമാവുക. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യയിൽ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു മുഖ്യമന്ത്രി, അത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ്. അദ്ദേഹം എല്ലാ പാർട്ടികളുടെയും ഒരു യോഗം വിളിക്കുന്നു. അതിലേക്ക് തമിഴക വെട്രിക്കഴകത്തിനെ അടക്കം ക്ഷണിക്കുന്നു. ആദ്യമായിട്ടാണ് തമിഴക വെട്രിക്കഴകത്തിനെ ഒരു യോഗത്തിലേക്ക് DMK ക്ഷണിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ എല്ലാ കക്ഷികളുടെയും ഒരു യോഗം വിളിക്കുന്നു. അതിലേക്ക് BJP-യും നാം തമിഴർ കക്ഷിയും ഒപ്പം തമിഴ് മാനില കോൺഗ്രസും അല്ലാത്ത പാർട്ടികളൊക്കെയും ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ പ്രധാനമായും ചർച്ച നടക്കുന്നത് ഈ ജനസംഖ്യ ഫലപ്രദമായി കൺട്രോൾ ചെയ്തതാണ് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജനസംഖ്യ നിരക്കിന്റെ ഒരു വർധനവിൽ കുറവുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു ലോക്സഭാ പുനർനിർണയമൊക്കെ വന്നാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു സീറ്റിന്റെ പുനഃക്രമീകരണം വന്നു കഴിഞ്ഞാൽ സീറ്റ് നഷ്ടപ്പെടുന്ന സ്ഥിതി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, അതിനെ നീതീകരിക്കാനാകില്ല. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഇത്തരത്തിൽ ഫലപ്രദമായി ജനസംഖ്യയെ നിയന്ത്രിച്ചത് കൊണ്ട് മാത്രം സീറ്റ് നഷ്ടപ്പെടുന്ന സ്ഥിതി, അതിനെ നീതീകരിക്കാൻ കഴിയില്ല എന്ന പൊതുവായ അഭിപ്രായം ഉയരുന്നു. അവിടെ TVK അധ്യക്ഷൻ വിജയ് ഇന്ന് രാവിലെ എക്സിലൂടെ ഇതിന് പിന്തുണ അറിയിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനഃക്രമീകരണം ഇപ്പോൾ തന്നെ ചർച്ചയായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അത് അടുത്ത വർഷം മാത്രം ചിന്തിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി എന്ന തരത്തിലേക്ക് ആവിഷ്കരിച്ച് കൊണ്ടുവരുമ്പോൾ സദൺ സ്റ്റേറ്റുകളിൽ, പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു. അതിന്റെ നേതൃനിരയിലേക്ക് തമിഴ്നാടും ഒപ്പം എം കെ സ്റ്റാലിനും മുന്നോട്ട് വരുന്നു. അനുജ, ശരി. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനഃക്രമീകരണത്തിനെതിരെയാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചത്. അതിൽ തമിഴക വെട്രിക്കഴകം ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നൽകിയത്.